അബൈഡ് വിത്ത് മീ എന്ന് തുടങ്ങുന്ന ലോകപ്രസിദ്ധ ഗാനം രചിച്ചത് ഹെൻറി ഫ്രാൻസിസ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ആംഗ്ലിക്കൻ പുരോഹിതനാണ്. ആ പാട്ട് മനോഹരമായൊരു കവിതയാണ്. അതിൻ്റെ മലയാള പരിഭാഷ ഒന്ന് ശ്രദ്ധിക്കുക. കൂടെ പാർക്ക നേരം വൈകുന്നിതാ, കൂരിരുൾ ഏറുന്നു നാഥ, അങ്ങ് എന്നോടുകൂടെ പാർക്കണമേ. താങ്ങുകൾ മാറുന്നു, ആശ്വാസവും അറ്റുപോയി, ആലംബഹീനരുടെ ആശ്വാസമായോനെ, നാഥ എൻ്റെ കൂടെ വസിച്ചാലും. ജീവിതം അസ്തമയ സീമകളോട് അണയുന്നു, ഈ ലോക സന്തോഷമെല്ലാം മങ്ങുന്നു, പ്രതാപങ്ങൾ മറയുന്നു, ചുറ്റിലും മാറ്റങ്ങളും ദ്രവത്വവുമെല്ലാം ഞാൻ കാണുന്നു. ഒരിക്കലും മാറ്റമില്ലാത്ത നാഥ എൻ്റെ കൂടെ വസിച്ചാലും. അനുഗ്രഹമായി നീ കൂടെ ഉള്ളതിനാൽ എനിക്ക് ശത്രുഭയം ലേശമില്ല. രോഗങ്ങൾക്ക് ഭാരമില്ല, കണ്ണീരിനും ഒട്ടും കയ്പില്ല. മരണമേ, ഹേ പാതാളമേ, നിന്റെ വിഷം എവിടെ? ജയം എവിടെ? നീ കൂടെയുണ്ടെങ്കിൽ ഞാനായിരിക്കും എന്നും വിജയിക്കുന്നത്. അടയുന്ന എൻ മിഴികൾക്ക് മുൻപിൽ അങ്ങയുടെ ക്രൂശ് ഉയർന്നു നിൽക്കട്ടെ. അതിൻ്റെ ദിവ്യ തേജസ് എന്നെ ഭീതിദയമായ ഇരുളിലൂടെയും സ്വർഗതീരങ്ങളിലേക്ക് നയിക്കട്ടെ. നിത്യശോഭിതമായ പ്രഭാതം ദൂരെ വിടരുന്നു, ലോകത്തിൻ്റെ മിഥ്യാ നിഴലുകൾ അകലുന്നു. മൃത്യുവിലും ജീവനിലും നാഥ നീ എന്നോട് കൂടെ പാർക്കണമേ. അങ്ങനെയുണ്ട്. അബൈഡ് വിത്ത് മീ എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ മലയാള പരിഭാഷയാണ് ഞാനിപ്പോൾ വായിച്ചത്. ഈ ഗാനം ലോകത്തിലുള്ള മിക്കവാറും എല്ലാ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഈ ഗാനം രചിച്ചത് സ്കോട്ട്ലൻഡുകാരനായ ആംഗ്ലിക്കൻ സഭയുടെ പുരോഹിതൻ ഹെൻറി ഫ്രാൻസിസ് ലൈറ്റാണ്. ധാരാളം ക്രിസ്ത്യൻ കവിതകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 1847 TB രോഗം പിടിച്ച് മരണാസന്നനായി കിടക്കുമ്പോൾ രചിച്ച ഗാനമാണ് ഈ ഗാനം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 28-ഉം 29-ഉം വാക്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം ഈ ഗാനം രചിച്ചത്. യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാർ വഴിയിൽ അവരെ തമ്മിൽ വാദിച്ചും തർക്കിച്ചും കൊണ്ട് പോകുകയാണ്. യേശു കർത്താവ് അവരോട് ചേർന്ന് നടക്കുന്നു. പക്ഷേ കർത്താവിനെ അവർക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ സംസാര വിഷയം യേശുവായിരുന്നു. യേശു ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനായിരിക്കുമെന്ന് അവർ കരുതിയെന്നും, എന്നാൽ അവരുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ഒരു ദിവസം 2 ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു. കർത്താവിനെ അവരെ റോമൻ സാമ്രാജ്യത്തെ ഏൽപ്പിച്ച് യഹൂദന്മാരും കൂടെ ചേർന്ന് ക്രൂശിച്ചു കൊന്നു. ഇന്ന് 3-ാമത്തെ ദിവസമാണ്. അവൻ ഉയർത്തെഴുന്നേറ്റതായി കണ്ടെന്ന് പറഞ്ഞ ചില സ്ത്രീകൾ ഞങ്ങളെ പരിഭ്രമിപ്പിച്ചു. ഞങ്ങളാകെ കൺഫ്യൂസ്ഡാണ്. ഭയങ്കരമായ പ്രയാസത്തിലൂടെ അവർ കടന്നു പോവുകയാണ്. അവരുടെ മുഖം മ്ലാനത നിറഞ്ഞു, വിഷാദം നിറഞ്ഞ മുഖം. കർത്താവ് അവരോട് ചേർന്ന് നടന്നിട്ട് താൻ, അതായത് മശിഹ അല്ലെങ്കിൽ ക്രിസ്തു, കഷ്ടം അനുഭവിച്ച് മരിക്കുമെന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും സർവ്വജനത്തിൻ്റെയും പാപമോചനത്തിനായിട്ടാണ് കർത്താവ് ഭൂമിയിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതെന്നും ദൈവത്തിൻ്റെ വചനം, തിരുവചനം തന്നെ അടിസ്ഥാനമാക്കി അവരെ അറിയിച്ചു. അപ്പോഴാണ് അവരുടെ ഹൃദയത്തിന് ചൂട് പിടിച്ചത്. അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. കാരണം അവരുടെ പ്രതീക്ഷ അസ്ഥാനത്തായി എന്നാണ് വിചാരിച്ചത്. യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടു, കർത്താവ് മരിച്ചു, കർത്താവ് അടക്കപ്പെട്ടു. അതോടുകൂടി എല്ലാ പ്രതീക്ഷകളും അവരുടെ തകർന്നതാണ്. എന്നാൽ അങ്ങനെയല്ല തിരുവചനത്തിൽ പറയുന്നത്. പ്രവാചക പുസ്തകങ്ങളിലെ, സങ്കീർത്തന പുസ്തകങ്ങളിൽ, അതുപോലെ തന്നെ ന്യായപ്രമാണ പുസ്തകങ്ങളിലൊക്കെ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വിശദീകരിച്ച് അവർക്ക് കൊടുത്തു. കർത്താവ് ആദ്യം, ക്രിസ്തു ആദ്യം കഷ്ടമനുഭവിച്ച് ദൈവരാജ്യം സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. നേരം അവരിങ്ങനെ ഇത് പറഞ്ഞ് നടന്നു പോവുക. കർത്താവ് അവരെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ കൂടെ നടക്കുക. നേരം സന്ധ്യയായി. യേശു മുൻപോട്ട് നടക്കുന്ന ഭാവം കാണിച്ചു. ഉടനെ അവർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങളോടുകൂടി പാർക്ക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ. അവൻ അവരോടുകൂടെ ചെന്നു. അവർ ഭക്ഷണത്തിനിരുന്നപ്പോൾ കർത്താവ് അപ്പമെടുത്ത് ദൈവത്തിന് സ്തോത്രം ചൊല്ലി വാഴ്ത്തി നുറുക്കി. പെട്ടെന്നവർക്ക് മനസ്സിലായി തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെയെന്ന്. അടുത്ത നിമിഷം കർത്താവ് അപ്രത്യക്ഷമായി. നോക്കിക്കേ, സ്തോത്രം. ആമേൻ. വലിയ നിരാശ, വലിയ വിഷാദം, സകല പ്രതീക്ഷകളും അസ്തമിച്ച അവസ്ഥ.
ദുഃഖിതരായിട്ടാണ് അവർ എമ്മൗസിലേക്ക് പോയത്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് തങ്ങളോടുകൂടി നടന്നതെന്നും അവനാണ് തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്നും മനസ്സിലായ ആ നിമിഷം അവരുടെ എല്ലാ നിരാശയും വിഷാദവും പോയി. അവരപ്പോൾ തന്നെ യെരുശലേമിലേക്ക് മടങ്ങി വരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ ഈ കാര്യം എഴുതിയിട്ടുണ്ട്. ഈ ലോക ജീവിതം നശ്വരമാണ്. ലോകവും അതിൻ്റെ മോഹവുമെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്. ദൈവവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു, കാറ്റതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു, അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. ശ്രദ്ധിക്കുക, നോക്കിക്കേ, കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ജീവിതം അസ്തമയ സീമയോടടുക്കുമ്പോൾ ശരീരത്തിന് ബലം നഷ്ടപ്പെടും, കാഴ്ച മങ്ങും, ചെവികൾ മന്ദമാകും, സൗന്ദര്യം ക്ഷയിച്ച് ഇല്ലാതാകും, പഴയ പ്രതാപമെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ മാത്രമായിരുന്നു എന്ന തിരിച്ചറിവുണ്ടാകും, ഏകാന്തത ചുറ്റും ഘനീഭവിക്കും. ജീവിതം സുഖിക്കുവാനുള്ളതാണെന്ന് എഴുതുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്ത ലോകപ്രസിദ്ധ എഴുത്തുകാരനായിരുന്ന ബൈറൺ പ്രഭു അവസാന നിരാശയോടെ ഇങ്ങനെ എഴുതി: എൻ്റെ നാളുകൾ കൊഴിയാറായ ഇലകളാണ്, ഫലങ്ങളും പൂക്കളും പോയി പുഴുവും തൃണവും വിലാപവും മാത്രമാണിപ്പോൾ. ബൈറൺ പ്രഭുവിനെ കുറിച്ച് നമുക്കറിയാം. ജീവിതം സൂഹിക്കാനുള്ളതാണെന്ന് ലോകം മുഴുവൻ എഴുതി പ്രചരിപ്പിച്ച ലോകപ്രസിദ്ധ എഴുത്തുകാരൻ ബൈറൺ പ്രഭു. അവസാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യമായപ്പോൾ അദ്ദേഹം ഒരു കാര്യം മനസ്സിലായി: എൻ്റെ ജീവിതം കൊഴിയാറായ ഇലകളെപ്പോലെ മാത്രമാണ്. എനിക്കിപ്പോഴെന്തൊക്കെയുള്ളതെന്നറിയാം? പുഴുവ്, വ്രണം, വിലാപം, എല്ലാം തകർന്ന് തരിപ്പണമായ അവസ്ഥ. ശൂരവീര പരാക്രമിയായിരുന്ന നെപ്പോളിയൻ നമുക്കറിയാം. നെപ്പോളിയൻ ബോണോപ്പാർട്ട്, വീരശൂര പരാക്രമി. ഒടുവിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരോട് വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അവരദ്ദേഹത്തെ സെൻറ്റ് ഹെലീന ദ്വീപിലേക്ക് നാടുകടത്തി. അവിടെ കിടന്ന് അവസാനം ക്യാൻസർ രോഗം ബാധിച്ച് വേദന തിന്ന് ഇഞ്ചിഞ്ചായിട്ട് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എഴുതി: ഞാനും നെബുക്കദ്നേസറും അലക്സാണ്ടറും സീസറന്മാരുമെല്ലാം വാളുകൾ കൊണ്ട് സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചു. ഞങ്ങളുടെ സാമ്രാജ്യങ്ങളെല്ലാം അമ്പേ തകർന്നുപോയി. എന്നാൽ വാളുകൊണ്ടല്ല, സ്നേഹം കൊണ്ട് യേശു സാമ്രാജ്യം പണിതു. അദ്ദേഹത്തിൻ്റെ സ്നേഹ സാമ്രാജ്യം ഇന്നും ഭൂമിയിലെ എല്ലാ വൻകരകളിലും തല ഉയർത്തി നിൽക്കുന്നു. യേശു രാജാതിരാജാവായി ജനകോടികളുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നു. ലോകത്തിലെ വലിയ ചക്രവർത്തിമാർ, സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചവർ, അവരെല്ലാം ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവരുടെ സാമ്രാജ്യങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്നേഹം കൊണ്ടൊരു സാമ്രാജ്യം സ്ഥാപിച്ചു. ആ സാമ്രാജ്യം ഇന്നും നിലനിൽക്കുന്നു. ജനകോടികളുടെ മനസ്സിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് രാജാതിരാജാവായി ഇന്നും വസിക്കുന്നു. ഹെൻറി ഫ്രാൻസിസ് ലൈറ്റ് എന്ന ആ ആംഗ്ലിക്കൻ പുരോഹിതൻ, ഭക്തനായ മനുഷ്യൻ എഴുതി: ജീവിതം അസ്തമയ സീമകളോടടുക്കുന്നു, ഈ ലോക സന്തോഷമെല്ലാം മങ്ങുന്നു, പ്രതാപങ്ങൾ മറയുന്നു, ചുറ്റിലും മാറ്റങ്ങളും ദ്രവത്വവുമെല്ലാം ഞാൻ കാണുന്നു. ഒരിക്കലും മാറ്റമില്ലാത്ത നാഥ എന്നോടുകൂടെ വസിച്ചാലും. അദ്ദേഹം വീണ്ടും എഴുതുന്നു, തുടരുന്നു: അടയുന്ന എൻ മിഴികൾക്ക് മുൻപിൽ അങ്ങയുടെ ക്രൂശ് ഉയർന്നു നിൽക്കുന്നു. അതിൻ്റെ ദിവ്യ തേജസ് എന്നെ ഭീതി നിറഞ്ഞ ഇരുളിലൂടെ സ്വർഗതീരങ്ങളിലേക്ക് നയിക്കട്ടെ. ലോകത്തിൻ്റെ മിഥ്യാ നിഴലുകൾ അകലുന്നു. എത്ര മനോഹരമായ വരികൾ! അവസാന നിമിഷം ഈ കണ്ണുകൾ എന്നേക്കുമായിട്ടടയുമ്പോൾ എൻ്റെ അകക്കണ്ണിൽ ഉയർന്നു നിൽക്കുന്നത് അങ്ങയെ വിജയഭേരി മുഴക്കിയ ക്രൂശായിരിക്കണമെന്ന് ഈ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നു. സ്തോത്രം. അവസാനമായിട്ട് കണ്ണടയുമ്പോൾ അകക്കണ്ണിൽ യേശു കർത്താവ് വിജയഭേരി മുഴക്കിയ കാൽവറിയിലെ കുരിശ്, അവിടെയാണ് കർത്താവ് വിജയഭേരി മുഴക്കിയത്. അവിടെയാണ് സാത്താൻ്റെ ആയുധവർഗം വെപ്പിച്ചത്. ആ ക്രൂശ്, ജയത്തിൻ്റെ ക്രൂശ് എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഭാരങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, ഒറ്റപ്പെടുത്തലുകളിലൂടെ കടന്നു പോകുന്ന ഏതൊരു ഭക്തൻ്റെ ജീവിതത്തിൽ ചൈതന്യം പകരുവാൻ പര്യാപ്തമായ വരികൾ, ആശ്വാസവും പ്രത്യാശയുടെയും വാക്കുകൾ വാരി വിതറിയ ഗാനം. ഈ പാട്ട് സ്ഥിരമായിട്ട് എല്ലാ വർഷവും ഉപയോഗിക്കുന്ന അനേക സ്ഥലങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ കോമ്പറ്റീഷൻ FA കപ്പ് ഫൈനലിൽ ഈ ഗാനം
ആലപിക്കുന്നു. എല്ലാ വർഷവും ഈ ഗാനം ആലപിക്കുന്നു. യുദ്ധത്തിൽ പങ്കെടുത്ത് കൊല്ലപ്പെട്ട സൈനികരുടെ ഓർമ്മയ്ക്കായിട്ടുള്ള അൻസാക് ഡേ സർവീസിൽ ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഈ ഗാനം എല്ലാ വർഷവും ആലപിക്കുന്നു. ഇന്ത്യയിൽ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഇഷ്ടഗാനമായിരുന്നു ഇത്. എല്ലാ ദിവസവും സബർമതി ആശ്രമത്തിൽ രാവിലെ ഈ ഗാനം മുഴങ്ങുമായിരുന്നു. ഇപ്പോഴും ഈ ഗാനം സബർമതി ആശ്രമത്തിൽ എല്ലാ ദിവസവും ആമേൻ ഇടുന്നു. 2022 വരെ ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ പരേഡിൽ ഈ ഗാനത്തിൻ്റെ ട്യൂൺ, അതായത് ഇൻസ്ട്രുമെൻറ്റ് മ്യൂസിക്, ഈ ഗാനത്തിൻ്റെ ട്യൂൺ പ്ലേ ചെയ്തിരുന്നു. 2022 വരെ റിപ്പബ്ലിക് ഡേ പരേഡിൽ ഏറ്റവും അവസാനം ഈ ഗാനത്തിൻ്റെ ട്യൂണായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. എന്നാൽ 2023 മുതൽ ഇന്ത്യൻ ഗവൺമെൻറ് ഇത് നിർത്തലാക്കി. ഇന്ത്യൻ ട്യൂണുകൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് പാശ്ചാത്യ ട്യൂണായ ഈ പാട്ടിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് മ്യൂസിക് അത് നിർത്തലാക്കിയെന്ന് ഗവൺമെൻറ് അറിയിച്ചു. അതുകൊണ്ടാണ് നിർത്തിയതെന്ന് ഗവൺമെൻറ് അറിയിക്കുക ഉണ്ടായത്. അമേരിക്കയിലും കാനഡയിലും നടക്കുന്ന അനേക അനുസ്മരണ ചടങ്ങുകളിൽ ഈ ഗാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗാനത്തിൻ്റെ വരികൾ എത്ര മനോഹരമാണെന്ന് നോക്കുക. ഭീതി നിറഞ്ഞ ഇരുളിലൂടെ സ്വർഗതീരങ്ങളിലേക്ക് ഞാൻ വരുന്നു. ജീവിതത്തിലും മരണത്തിലുമെല്ലാം നാഥ നീ എന്നോടുകൂടെ ഇരിക്കണമേ. ഈ ലോകബന്ധങ്ങളെല്ലാം കല്ലറ കൊണ്ട് മാത്രം അവസാനിക്കും, അവിടെ വരെ മാത്രമേ വരികയുള്ളൂ. എന്നാൽ കല്ലറയ്ക്കപ്പുറത്തേക്ക് അവിടെയും കർത്താവിൻ്റെ കരങ്ങൾ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടായിരിക്കും. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അനേകർക്ക് ആശ്വാസം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഗാനം ഹൃദയത്തിൽ പാടി ഉൾക്കണ്ണിൽ ഉയർന്നു നിൽക്കുന്ന ക്രൂശുമായി എത്രയോ ഭക്തന്മാർ പ്രത്യാശയുടെ നിത്യതയുടെ തീരത്തേക്ക് പറന്ന് ഉയർന്നു പോയിരിക്കുന്നു. സ്തോത്രം. മരണമില്ലാത്ത ഈ ഗാനം ഇന്നും ആമേൻ അനേകരുടെ ഹൃദയത്തിൽ ചൈതന്യം പകർന്നുകൊണ്ട് ആമേൻ നിലകൊള്ളുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഈ ഗാനം എഴുതിയത് ഹെൻറി ഫ്രാൻസിസ് ലൈറ്റ് എന്ന ആംഗ്ലിക്കൻ പുരോഹിതൻ. ആമേൻ. കർത്താവിൻ്റെ നാമനിമിത്തം ആമേൻ വളരെ സുവിശേഷ താൽപര്യതയുള്ള മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്ന വിശ്വാസിയായ ശക്തനായ അദ്ദേഹം എഴുതിയ മനോഹരമായ കവിതയാണ് നമ്മൾ കേട്ടത്. അതിൻ്റെ പശ്ചാത്തലമാണ് നാം അറിഞ്ഞത്. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ.